ഞാൻ ഇന്നൊക്കെ കുക്ക് ചെയ്യാൻ പോകണ്ടെങ്കിലല്ലേ ഒരു ദിവസം പോലും എൻ്റെ അമ്മേനെ അയക്കുന്ന ദിവസം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇന്ന് ഞാനിപ്പോ ഒരു 1:48 സമയത്ത് ഇപ്പൊ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് നല്ല ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോണ്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് കഴിക്കാൻ പോണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നും ആലോചിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മ പണ്ടേ മുതൽ പറയും, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, നീ വലിയ കാര്യത്തിൽ പറയുമല്ലോ, നീ ഒറ്റയ്ക്ക് ജീവിക്കും, നീ മരിക്കണവരെ നീ ഒറ്റയ്ക്ക് ജീവിക്കും, നിനക്ക് ആരും വേണ്ട എന്നൊക്കെ പണ്ടേ മുതൽ ഞാൻ പറയും. എനിക്ക് ആരും വേണ്ട, എനിക്ക് കല്യാണം കഴിക്കണ്ട, എനിക്ക് ആരും വേണ്ട, എനിക്ക് സിബ്ലിങ്സ് വേണ്ട, എനിക്ക് അമ്മ വേണ്ട, എനിക്ക് അച്ഛൻ വേണ്ട എന്നൊക്കെ ഞാൻ ഇങ്ങനെ കിടന്ന് പറയും. അപ്പോൾ അതായത് ഫോറിനിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകണമെന്ന് പറയുന്നത്, നിനക്ക് 5 പൈസക്ക് കുക്കിംഗ് അറിയോ, അറ്റ്ലീസ്റ്റ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ എനിക്ക് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ തുടങ്ങൂട്ടാ. ചേച്ചി അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കാമെന്നായില്ലെങ്കിലും ചേച്ചിക്ക് എല്ലാതും അറിയാം. A to Z കാര്യങ്ങൾ അറിയാവുള്ളൂ. എല്ലാതും കുക്ക് ചെയ്യും. ചിക്കൻ, സാമ്പാർ, അതൊക്കെ അവൾ വെക്കും. 7ാം ക്ലാസ്സിൽ അവളെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ 2ലാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ 3ാമത്തെ ഉണ്ണീനെ, അതായത് പ്രസവിച്ചത്, ഉണ്ണിക്കുട്ടനെ, ഞങ്ങളുടെ അനിയനെ പ്രസവിച്ചത്. അപ്പോൾ അവൾക്ക് അന്നേ മുതൽ എല്ലാ കാര്യങ്ങളും അറിയാം. അവളായിക്കോട്ടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിൽ ഉണ്ണിയായിരുന്നു. ഞാനാണെങ്കിൽ കണ്ണി കരടും എല്ലാവർക്കും. കാരണം അന്ന് മുതൽ നമ്മൾ തർക്കത്തരം പറയണതാണല്ലോ. എനിക്ക് എന്താണെന്നറിയില്ല, ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എനിക്ക് ചിരിച്ച് സംസാരിക്കാനോ എന്താ ചോദിക്കും ഞാൻ. അവളായിക്കോട്ടെ, അവള് പണ്ടും ഇന്നും അന്നും അവൾ ആൾക്കാരുടെ കണ്ണിലുണ്ടി, ഞാൻ ഇന്നും അതേട്ടാണ്. ഞാൻ പലവരുടെയും കണ്ണിക്കരടാണ് ഇന്നും. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കെന്താ പറയാ, സമാധാനം. കാരണം ആരും ഒന്നും പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരില്ല. കാരണം എൻ്റെ സ്വഭാവം അറിയുന്നുണ്ട് കേട്ടോ. ആരും മറന്നുപോയി നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ബ്രെഡ് ടോസ്റ്റ്, അതായത് ഓംപ്ലേറ്റും ബ്രെഡ് ടോസ്റ്റും ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാനിപ്പോ എൻ്റെ അമ്മേനെ ആലോചിച്ചതാണ്. അമ്മ പറയും, നല്ലൊരാണ് വന്നാലേ മാറ്റാൻ കുടുംബത്തേക്ക് പോകുമ്പോഴേ ഇത് റെഡി ആവും നീ എന്ന് പറയും. അപ്പൊ ഈ മാറ്റാൻ കുടുംബത്തേക്ക് ഞാൻ അതിന് മാറ്റാൻ കൊണ്ടുവരും. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാനും എൻ്റെ കെട്ടിന്ന് മാറി താമസിക്കും. മനസ്സിലായ, ഞാൻ കൂട്ടുകുടുംബത്തിൽ പോയി നിൽക്കുന്നില്ല എന്ന് പറയും. ഇപ്പോഴും എന്താ പറയാ. അപ്പൊ അമ്മ പറയും, അച്ഛന്റെ പോലത്തെ ഒരാണ് വരുന്നത് നിനക്ക്, അച്ഛന്റെ പോലത്തെ ഒരാണ് വരുന്നത്. എൻ്റെ അച്ഛൻ അത്ര ടോക്സിക് ആണ് കേട്ടോ, അത്രയും സ്ട്രിക്റ്റ് ആണ്. അതായത് എന്തെങ്കിലും കറിയിൽ ഉപ്പ് കൂടിയാ മഞ്ഞപ്പൊടി കൂടിയാ അത്രയും പ്രശ്നമാണ്. അപ്പൊ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പൊ അമ്മ ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ പറയും, മാറ്റാൻ കുടുംബത്തിൽ നീ പോയി കഴിഞ്ഞ അച്ഛന്റെ പോലത്താണ് നിൽക്കണം, അച്ഛന്റെ പോലത്തെ എന്നൊക്കെ പറയും. ഞാൻ പറയാം, അച്ഛന്റെ പോലത്തെ കാണാമെന്ന് ഞാൻ അവിടെ നിൽക്കുള്ളൂ. 3ാമത്തെ ദിവസം ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു പറയും. ഇപ്പൊ ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ കുക്ക് ചെയ്യാൻ പഠിച്ചിട്ട്, അതായത് എനിക്കിപ്പോ ചോറ് വെക്കാൻ അറിയാം, അത്യാവശ്യം കറി, പരിപ്പ്, പയർ എന്നൊക്കെയുള്ള കുറച്ച് അത്യാവശ്യം കറി എനിക്ക് വെക്കാൻ അറിയാം. എനിക്ക് ജീവിച്ചു പോകേണ്ട കാര്യങ്ങൾ എനിക്ക് വെക്കാൻ അറിയാം. ഞാൻ എപ്പോഴും അമ്മേനായിരിക്കും. അപ്പൊ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോട്ടാ, എന്നും ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. കുക്ക് ചെയ്യാൻ തുടങ്ങും ഞാൻ അമ്മേനായിരിക്കും. ജീവിതത്തിലേക്ക് ഒരാണ് വരട്ടി വന്നൊന്നില്ലേ കുക്കിംഗ് പഠിക്കാൻ. അമ്മ ഒന്ന് പറയും, നിന്റെ ജീവിതത്തിലേക്ക് ഒരാണ് വരണം, എന്നാലും നീ ഇതൊക്കെ പഠിക്കുള്ളൂ. അപ്പൊ എനിക്കിപ്പൊ പറയാനുള്ള, ജീവിതത്തിലേക്ക് ഒരാണ് വരേണ്ടി വന്നൊന്നുമില്ല. നമുക്ക് എന്ന് വേണം തോന്നുന്നു അന്ന് നമ്മൾ പഠിക്കുമല്ലോ അത്. അപ്പൊ ഓക്കെ ബൈ.